നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരിടം കണ്ടുപിടിച്ച വെർസറ്റൈൽ ആക്ടർ ഓൺ ആൻഡ് ഓൺലി മോഹൻലാൽ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏത് കഥാപാത്രങ്ങളും വളരെ ഈസിയായി അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമാണ്. അഭിനയത്തിന് അതീതമായ ഒരു ശ്രദ്ധേയമായ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിൽ അനായാസമായി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മുഴുകി അവരെ സ്ക്രീനിൽ ജീവസുറ്റതാക്കാനുള്ള കഴിവ് കാരണം പലപ്പോഴും സ്വാഭാവിക അഭിനയക്കാരൻ എന്ന പേരിൽ വിളിക്കാറുണ്ട്. മോഹൻലാൽ എന്ന നടനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യമാണ്. തീവ്രമായ വൈകാരികമായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് അതേ തീവ്രതയോടുകൂടി ഇറങ്ങിച്ചെന്ന് പ്രേക്ഷകരെ പുളകം കൊള്ളിക്കാനുള്ള കഴിവ് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. സൂക്ഷ്മമായ ഭാവങ്ങളിലൂടെയോ കുറ്റമറ്റ ടൈമിങ്ങിലൂടെയോ ആകർഷകമായ ചലനങ്ങളിലൂടെയോ മോഹൻലാൽ ഒരു അഭിനേതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരു യഥാർത്ഥ പെർഫോമർ എന്ന നിലയിലും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തൻ്റേതായ ഇടം നേടിയിട്ടുണ്ട്. ഹൃദയസ്പർശിയായ ഒരുപാട് കോമഡികൾ, ആക്ഷൻ പാക്ക്ഡ് ത്രില്ലറുകൾ വരെ വൈവിധ്യമാർന്ന വേഷങ്ങളിലേക്ക് അനായാസമായി ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ മാത്രമാണ്. കഥാപാത്രങ്ങളുടെ വൈവിധ്യതകളെ കൈകാര്യം ചെയ്യാൻ വളരെ അനായാസമായി കഴിയുന്ന ഒരാൾ തന്നെയാണ്. സംഘടന രംഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല, തൻ്റെ ചില ജനപ്രിയ സിനിമകളുടെ സ്റ്റണ്ട് സീക്വൻസുകൾ അദ്ദേഹം കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫോട്ടോഗ്രാഫിയിലും ഛായാഗ്രഹണത്തിലും താല്പര്യമുള്ള അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് എന്നും നിലനിൽക്കുന്നതുമാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന കരിയറും 300-ലധികം സിനിമകളുമായി അദ്ദേഹം സിനിമാ വ്യവസായത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, അർപ്പണബോധം എന്നിവ പ്രശംസനീയമായ അംഗീകാരം നേടിക്കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ 34-ൽ പരം സിനിമകളിൽ അഭിനയിച്ചത് ചെറിയൊരു കാര്യമല്ല. എല്ലാ സിനിമകളിലും നായകനോ കേന്ദ്ര കഥാപാത്രമോ ആയി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ഫാസിലിൻ്റെ 1980-ൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ പ്രതിനായകനായി വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം വർഷങ്ങളോളം ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സുപ്രധാന ഘടകമായി തന്നെ തുടരുന്നു. ഒരു അഭിനേതാവെന്ന നിലയിൽ തൻ്റെ കഴിവുകൾ മിനുക്കിയെടുക്കാനും ചലച്ചിത്ര പ്രേക്ഷകരിലും ശാശ്വതമായ മതിപ്പ് സൃഷ്ടിക്കാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, പൂച്ചയ്ക്കൊരു മൂക്കൂത്തി, ശ്രീകൃഷ്ണപ്പരുന്ത്, ഉയരങ്ങളിൽ അടിയൊഴുക്കുകൾ, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, അരം+അരം കിന്നരം, ബന്ധം, കൂടുംതേടി, ബോയിങ് തുടങ്ങിയ സിനിമകളിലുള്ള അസാമാന്യ പ്രകടനങ്ങൾ അദ്ദേഹത്തെ അഭിനേതാവെന്ന നിലയിൽ പ്രശംസയുടെ ഉയരങ്ങളിലെത്തിച്ചു. 1960 മെയ് 21 പത്തനംതിട്ടയിൽ ജനിച്ച മോഹൻലാൽ 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ കൂടിയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. നിരവധി അംഗീകാരങ്ങളുമായി 4 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന മോഹൻലാലിൻ്റെ കരിയർ ഏവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു ആകർഷണമുണ്ട്. മോഹൻ എന്നാൽ ആകർഷകമായ അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന എന്നാണ് അർത്ഥമാക്കുന്നത്. ലാൽ എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നാണ്. ഒരുമിച്ച് വായിച്ചാൽ എല്ലാവരാലും ആകർഷകവും പ്രിയപ്പെട്ടതുമായ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഇനി മോഹൻലാലിൻ്റെ ആരാധകർ എന്ന നിലയിൽ ഒരിക്കലും മിസ് ചെയ്തുകൂടാത്ത ചില സിനിമകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സ്ഫടികം മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് നേടിക്കൊടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ കുടുംബ ചിത്രമായിരുന്നു ഇത്. 1995-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു സ്ഫടികം. പിന്നീട് ഈ സിനിമ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു. ദേവാസുരം മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന മോഹൻലാൽ മലയാള സിനിമയിൽ ലാൽ അവതരിപ്പിച്ച ഏറ്റവും പ്രശസ്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. 1990-കളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ ഒന്നായിരുന്നു ഈ ചിത്രം. മോഹൻലാലിൻ്റെയും IV ശശിയുടെയും കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ചിത്രം 150 ദിവസത്തിലധികം ഓടി മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. വാനപ്രസ്ഥം 1999-ലെ AFI ലോസ് ഏഞ്ചലസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗ്രാൻഡ് ജൂറി പുരസ്കാരത്തിന് ഈ ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കഥകളിക്കാരൻ്റെ വേഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രമായിരുന്നു വാനപ്രസ്ഥം. ആറാം തമ്പുരാൻ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു. 1997-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറുകയും ചെയ്തു. ചിത്രം 250 ദിവസങ്ങളിൽ വിജയകരമായി തിയേറ്ററിൽ പൂർത്തിയാക്കി. മലയാള സിനിമയിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നാണ് ഈ ചിത്രം.
കിലുക്കം. വേണു നാഗവള്ളി എഴുതിയ ഈ ഹാസ്യ ഹിറ്റ് ചിത്രം 1991 പുറത്തിറങ്ങി. പ്രിയദർശൻ സംവിധാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ഫിലിം. ഏവരെയും ചിരിപ്പിച്ച കിലുക്കം ഈ ചിത്രം സാമ്പത്തികമായി വളരെ വലിയ വിജയം കൈവരിച്ചതാണ്. അന്നത്തെ 5 കോടി എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാള ചിത്രമാണ് കിലുക്കം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഭ്രമരം. മോഹൻലാലിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു. ഭരതം. AK ലോഹിതദാസ് രചിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത് പ്രണവ് ആർട്സിൻ്റെ ബാനറിൽ മോഹൻലാൽ നിർമ്മിച്ച സംഗീത നാടക ചിത്രമാണ് ഭരതം. വാണിജ്യപരമായി വൻ വിജയം കരസ്ഥമാക്കിയ ചിത്രം മോഹൻലാലിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച 25 അഭിനയ പ്രകടനങ്ങളുടെ പട്ടികയിൽ മോഹൻലാലിൻ്റെ പ്രകടനത്തെ ഫോബ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിരീടം എന്ന സിനിമയിലെ അഭിനയത്തിന് മോഹൻലാലിന് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രത്യേക പരാമർശം ലഭിച്ചു. സിനിമയിൽ തൻ്റെ അച്ഛനായി അഭിനയിച്ച തിലകനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരിക രംഗങ്ങൾ സിനിമ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് വ്യക്തമായി ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നു. ഇനിയും പറയാൻ യോധയെപ്പോലെ, നരസിംഹത്തിനെ പോലെ, രാവണപ്രഭുവിനെ പോലെ അല്ലെങ്കിൽ കാലാപാനിയിലെ പോലെ ഒരു പിടി ചിത്രങ്ങളുണ്ട്. അതെല്ലാം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രേക്ഷകരുടെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിച്ചതാണ്.